ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങളോർത്ത് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന്. ദം ബിരിയാണി അല്ല, നമ്മൾ കറിയും റൈസ് സെപ്പറേറ്റ് വെക്കുന്നില്ലേ ആ ബിരിയാണി. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം രുദ്രനാണെങ്കിൽ അടുത്ത് വന്ന് നിന്ന് പച്ചക്കറിയിലും ബീൻസും ക്യാരറ്റും ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പച്ചക്കറിയും സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ആദ്യം ഒരു ഉരുളിയിൽ എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. ആദ്യം തന്നെ നമ്മൾ അതാണ് വറുക്കുന്നത്. കാഷ്നട്ടും കിസ്മിസും വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവോള വറുത്തെടുക്കാം. തന്നെ ഒന്ന് പിന്നെ ബീൻസും ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഞാൻ എടുത്ത വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതിന് ശേഷം നമുക്ക് ആ എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ഫ്രൈ ആവണില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് വാട്ടിയെടുത്താൽ മതി. അതെടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ മിക്സിയിൽ ഒരു പച്ചമുളകും ഒരു തുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ് നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ആ ഉരുളിയിൽ തന്നെ നമ്മൾ ചെയ്താൽ മതിയാകും. എന്നാലും നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെയല്ലേ. അത് ഗ്രേവിയിൽ അതിൻ്റെ മണം വരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിൽ തന്നെ വഴറ്റിയെടുക്കാം. സബോള പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കതും വാടി മാറ്റിയ ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ ക്യാരറ്റും ബീൻസും ഒക്കെ വഴറ്റിയതും നട്ട്സ് വറുത്തതും കിസ്മിസ് വറുത്തതും ഇത് സബോള പൊരിച്ച് വെച്ചിരുന്നില്ലേ, അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിടാം. നമുക്കിത് റൈസ് ദമ്മ് ചെയ്യുമ്പോൾ ലെയർ ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. അപ്പം നമുക്കതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് വലുതായിട്ട് വെക്കണമെന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ച് ലെയർ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച് മാറ്റി തന്നെ നമ്മൾ സബോള വഴറ്റി ഇട്ടില്ലേ, എന്നാൽ നന്നായിട്ട് വഴഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതേ രാവിലെ പുഴുങ്ങി വെച്ച പഴം അതതിൻ്റെ ഇടയ്ക്ക് വീഡിയോ വന്ന് വരാം. അപ്പം നമുക്ക് സബോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പിന്നെ മസാലപ്പൊടിയും. അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒരു മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഞാൻ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അരപ്പും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റി തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരുപാട് ഗ്രേവി വേണ്ടല്ലോ. നമുക്ക് ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് ആവശ്യമുള്ള പരുവത്തിലേക്കായി വരും. പിന്നെ നമുക്ക് ഇപ്പം റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പാകത്തിനുള്ള ഉപ്പും ശകലം നെയ്യും കൂടെ ഞാനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വെന്ത് കഴിഞ്ഞ് അത് ഊറ്റി മാറ്റാം. നമുക്ക് എന്നിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് നട്ട്സും ഈ കൂട്ടിന് നട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയൊക്കെ ആ കൂട്ട് ഒരു ലെയർ എടുക്കുക, അതിൻ്റെ മുകളിൽ ചോറിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിനുള്ള കറി. അപ്പോൾ നമുക്ക് ലെയർ ചെയ്ത് കൊടുത്ത് അത് നമുക്കൊന്ന് ചെറിയ കനൽ, തീ വേണ്ട, ചെറിയൊരു ഈ കനലുള്ള ചൂടിൽ നമുക്കൊന്ന് ദം ചെയ്യാൻ വെക്കാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം. കറി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ
എല്ലാവർക്കും ടാറ്റ.